ഈശ്വരന്മാരെ, പാർവതി എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. കടങ്ങളുണ്ട്, കാശിന് ആവശ്യമുണ്ട്, അതൊക്കെ ശരിയാ. എന്ന് വെച്ച് വിശ്രമമില്ലാതെ മോള് ജോലി ചെയ്യരുത്. ശരീരം ശ്രദ്ധിക്കണം കേട്ടോ. അയ്യോ, എന്താ മോളെ, ജോലി സമയത്ത് ഫോണിൽ സല്ലപിച്ചോണ്ടിരിക്കണോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. കുറെ നേരമായില്ലേ ഫോണിൽ സംസാരിച്ചു തുടങ്ങിയിട്ട്. നാവ് വരണ്ടുണ്ടാവും. ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് എടുക്കാൻ പറയട്ടെ? ആപ്പിൾ ജ്യൂസ് കഴിച്ചിട്ട് മോൾ ഇഷ്ടം പോലെ ഫോണിൽ സംസാരിച്ചു. കൊണ്ടുവരാൻ പറയട്ടെ? മോളെ പാറു, മോളെ പാറു. എന്താ 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 അച്ഛാ? മോളെ പാറു. ഹലോ മോളെ. ഹലോ. എന്താ എന്താ അറിയില്ല. ഒരു ജോലിയും ചെയ്യാതെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാൻ നല്ല സുഖമാണ് അല്ലേ മോളെ? അത് സാർ, വീട്ടിൽ നിന്ന് എന്റെ അച്ഛനാ വിളിച്ചത്. നിനക്ക് മാത്രം ഇവിടെ അച്ഛനുള്ളോ? ഇവിടെ ജോലി ചെയ്യുന്ന മറ്റാർക്കും അച്ഛനില്ലേ? അവർക്കൊന്നും വീടും കൂടിയും കുടുംബമില്ലേ? നീ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന നിന്റെ ജോലി ഇവിടെ ആരെയും? കാലത്ത് 9 മണിക്ക് ഫോൺ ഇവിടെ കൊണ്ടുവയ്ക്കണം. തിരിച്ചു പോകുമ്പോൾ മാത്രമേ പിന്നെ ഇതെടുക്കാൻ പാടുള്ളൂ. അതിന്റെ ഇടയിൽ നിന്റെ ആര് ചത്തുന്നുള്ള വാർത്ത വന്നാൽ പോലും ഫോൺ ചെയ്യാൻ അനുവാദമില്ല. സർ, ഒച്ച വയ്ക്കുന്നു. നാവടക്ക്. പറയുന്നതൊക്കെ മിണ്ടാതെ കേട്ടുന്നുള്ളൂ. ഇവിടെ കിടന്ന ഒച്ച വെച്ച കൊന്നുകളയും ഞാൻ. ഇവിടുത്തെ രീതികളനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. വായ മൂടിക്കെട്ടി അടിമയെ പോലെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പൊക്കോളണം ഇവിടുന്ന്. നീ ഇവിടെ പുതിയ ആളായതുകൊണ്ട് ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ച നീ വിവരറിയും. പോയെല്ലാവർക്കും ചായ ഇട്ടുണ്ടോ? സർ, ഫോൺ. എന്തിന്? ഇനി ഇതും പിടിച്ചോണ്ട് ഏതെങ്കിലും മൂല പോയിരുന്ന് സല്ലപിക്കാനല്ലേ? ജോലി കഴിഞ്ഞ് പോകുമ്പോ വാങ്ങിച്ചാ മതി. ഓ, ഇത് വെറുമൊരു ടെസ്റ്റ് ഡോസാ. നീ ഇവിടെ കിടന്ന് നിലവിളിക്കും. പൊടി. പാർവതി അയാളെ പറഞ്ഞിട്ടൊന്നാ ഞാൻ കരുതിയത്. അവള് രക്ഷപ്പെട്ടു അല്ലേ ചേച്ചി? അയാൾ അവളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ജോലി സമയത്ത് ഫോൺ ചെയ്യുന്നവരെ കണ്ട് പിടിച്ച് പുറത്താക്കുന്ന അയാള് അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലെന്തോ പ്ലാനുണ്ട്. പാർവതി ഓർത്ത് എനിക്കെന്തോ പേടിയാവുന്നു.